ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് മുർത്തദിന് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പണ്ഡിതന്മാർക്കിടയിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് മുർത്തദിനെ കൊല്ലണം എന്ന വിഷയത്തിൽ. ഒരാള് മതപരിത്യാഗം നടത്തിയാൽ, ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എങ്ങനെ കൊല്ലണം, ആര് കൊല്ലണം, എന്തൊക്കെ ഷർത്തുകൾ പാലിക്കണം, ഏത് രീതിയിൽ വധിക്കണം എന്ന വിഷയത്തിൽ ഒരുപക്ഷെ തർക്കം നടന്നിട്ടുണ്ടാവും. പക്ഷെ മുർത്തദ് എന്ന് പറഞ്ഞാൽ മതം ഉപേക്ഷിച്ച ഒരുത്തനെ, ഇസ്ലാം മതം സ്വീകരിക്കുകയോ ഇസ്ലാമിൽ ജനിച്ചു വീണതിന് ശേഷം ഇസ്ലാം ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം പുറത്തു പോവുകയോ ചെയ്യുന്ന ആളുകളെ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ, മതത്തിന്റെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഒരു മതേതര രാജ്യത്തിരുന്നുകൊണ്ട്, ജനാധിപത്യ രാജ്യത്തിരുന്നുകൊണ്ട് മതനിരപേക്ഷതയുടെ സൗകര്യങ്ങളും ജനാധിപത്യ ഭരണകൂടത്തിന്റെ തണലും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഇസ്ലാം മത ദാഴികൾക്ക്, പ്രത്യേകിച്ച് ദഅവത്ത് ജീവിത മാർഗമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നാളെ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ ഞങ്ങൾ കൊന്നുകളയും എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട്, മനസ്സിലായോ? ദഅവത്ത് നടത്തി ആളുകളെ ഇസ്ലാമിലേക്ക് ചേർക്കണം എന്ന് വിചാരിച്ച് അതിന്റെ പരിപാടിയായിട്ട് നടക്കുന്നവർക്ക് എങ്ങാനും നിങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങളെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്നവർക്ക് നാട്ടുകാരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദഅവത്ത് നടക്കൂല. അക്കാരണം കൊണ്ട് ചില ദാഴിമാർക്ക് ചില അസ്ക്യത ഇപ്പോഴുണ്ട്. അതായത് ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമിന് കീഴൊതുക്കാൻ കഴിയാത്ത കാലത്തോളം, ദാറുൽ ഹർബ് അല്ലാത്തത് കൊണ്ടും ജിഹാദ് ഇനേബിൾ അല്ലാത്തത് കൊണ്ടും ദഅവത്തിന്റെ മാർഗത്തിലൂടെ തന്ത്രത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക്, ദഅവ തൊഴിലാളികൾക്ക് മതത്തിന്റെ രിദ്ദത്തുമായി ബന്ധപ്പെട്ട നിയമം പച്ചക്ക് വിളിച്ചു പറയാൻ ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ കച്ചവടം നടക്കൂല എന്നതുകൊണ്ട് ഇവരിതിനെ മറ്റൊരു തരത്തിൽ വക്രീകരിച്ചിട്ടാണ് അവതരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം ഒരു ഭാഗത്ത് മദ്രസയിൽ 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളിൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വരികയും ഫുഖഹാക്കൾ ഏകോപിക്കുകയും ഇസ്ലാമിക ശരീഅത്ത് നിലവിലുള്ള രാജ്യങ്ങളിൽ ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ നിയമമായിട്ട് രിദ്ദത്തിന് വധശിക്ഷ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിരിക്കുകയും മതം ഉപേക്ഷിക്കൽ ക്രിമിനൽ കുറ്റമായി ഒട്ടുമിക്ക ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും രാഷ്ട്രീയ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കെ പോലും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മതപ്രബോധന രംഗത്ത് ദഅവ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ പറയും അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല എന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മുർത്തദിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു എത്തീസ്റ്റിനോട് സംസാരിച്ചപ്പം ഒരു ഹദീസ് കിട്ടി. അപ്പൊ ആ ഹദീസിനോട് നമുക്ക് എന്താ പറയാനുള്ളത് എന്ന ഒരു വിശ്വാസിയായ യുവാവിന്റെ ചോദ്യത്തിന് അക്ബർ സാഹിബിന്റെ നവ ന്യായീകരണമാണ്. ഇപ്പൊ എല്ലാം നവ ആണല്ലോ, നവനാസ്തികത, നവതാഴി ഇരിക്കട്ടെ, നവന്യായീകരണം. അപ്പൊ എം അക്ബറിന്റെ നവ ന്യായീകരണം, പേരിൽ മാത്രമേ നവയുള്ളൂ. ഇത് കുറച്ച് കാലങ്ങളായിട്ട് അക്ബർ സാഹിബ് മാത്രം ഗവേഷണം ചെയ്തെടുത്ത ചില രസങ്ങളും ചില ന്യായീകരണങ്ങളുമാണ്. വേറെ ആർക്കും അങ്ങനെ ന്യായീകരണം ഉള്ളതായിട്ട് തോന്നുന്നില്ല. സാക്കിർ നായിക്ക് പണ്ട് ഈ ഒരു എന്താ പറയാ തെല്ലുപോയ ന്യായീകരണം പറഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി വികസിപ്പിച്ചെടുത്തതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ധാരണയിലായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ന്യായീകരണമാണ് ഇന്ന് അക്ബർ സാഹിബ് ഇവിടെ നവ ന്യായീകരണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിലേക്ക് നമ്മൾ പോകാം. ചോദ്യം ഉത്തരം. കഴിഞ്ഞ കുറച്ച് സെഷൻസിലായി ഇസ്ലാമിൽ ഈ നിർബന്ധമായിട്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ എന്താ പറയാ മുസ്ലിം ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ ഐക്രാഫുദ്ദീൻ അങ്ങനെയൊക്കെ ഒരു സെഷൻ ഉണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസിന്റെ ആണെന്ന് തോന്നുന്നത് ആ ഹദീസിൽ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് മതം മാറിയാൽ അവനെ കൊന്നളയണം. അത് അപ്പോസ്റ്റേറ്റ് അതിന്റെ ഒരു ഹദീസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ഏത്യസ്റ്റായിട്ട് ഞാൻ ഡിബേറ്റ് ആയപ്പോൾ അവനെ എടുത്തു വന്ന ഹദീസാണ്. അപ്പൊ അതിലെന്താണ് ഇസ്ലാമിന്റെ ഉത്തരം? ഇതാണ് ചോദ്യം. മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ട് കണ്ടിട്ടുണ്ട് എന്ന് മതവിമർശനം നടത്തുന്നവർ, എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരാളോട്ട് സംസാരിച്ച സമയത്ത് വിശ്വാസിയായിട്ടുള്ള സുഹൃത്തിന് മുമ്പിലേക്ക് ഒരു ഹദീസ് കിട്ടി. ഞാൻ ആദ്യം വിചാരിച്ച എന്നെ ആയിരിക്കുന്നത്, എന്നെയല്ല. നമ്മൾ ഇതേ വിഷയം കുറച്ചു മുമ്പ് ഒരാളോട് സംസാരിച്ചിരുന്നു. പിന്നെ അയാൾ സുനൻ നസായി സിഹാവുസിത്തപ്പെട്ടതല്ലാന്നും അങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നും ഹദീസ് കിട്ടിയപ്പോൾ അത് വായിക്കേണ്ടത് അങ്ങനെയൊന്നല്ലാന്നും സന്ദർഭ സാഹചര്യ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നെ അഡ്രസ് ഒന്നുമില്ല. അപ്പൊ എന്നാലും ഒരു ഹദീസ് അല്ല, നിരവധി ഹദീസുകളിൽ ഡയറക്റ്റ് ആയിട്ട് മുഹമ്മദിന്റെ ഓർഡർ ഉണ്ട്. ആരെങ്കിലും ഒരാൾ അയാളുടെ മതം മാറിയാൽ, മതം ഉപേക്ഷിച്ചാൽ, മതം ത്യജിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് കൃത്യമായി, വേറെ സംശയമോ സ്റ്റാറോ വേറെ എന്തെങ്കിലും കണ്ടീഷൻ സപ്ലൈ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയുക. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് മറ്റൊരു സംഭവത്തെ വിശദീകരിക്കുന്ന ഹദീസാണ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. അതാണ്, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ഹദീസ് നമ്മൾ പരിശോധിക്കും, 2 തവണ പരിശോധിക്കും. ഇപ്പൊ ഈ ഹദീസിനെ കുറിച്ചാണ് ഈ കുട്ടി ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ വസ്തുത എന്താണ്, ഇതാണ്
ചോദിച്ചിട്ടുള്ളത് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന് എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്നുള്ളതാണ് അക്ബറിനോടുള്ള ചോദ്യം. അക്ബർ പക്ഷേ ആ ഹദീസ്, അങ്ങനെ ഒരു ഹദീസ് എന്തുകൊണ്ടുണ്ടായി എന്നതാണ് പറയാൻ ശ്രമിക്കുന്നത്. ഹദീസിലുള്ളതിനെ കുറിച്ച് അക്ബറിന്റെ അഭിപ്രായമോ ഇസ്ലാമിന്റെ അഭിപ്രായമല്ല പറയുന്നത്. എന്തുകൊണ്ട് ഹദീസ് ഉണ്ടായി, ഹദീസ് എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയല്ല എന്ന ഒരു ന്യായീകരണമാണ്. നമുക്ക് അക്ബർ സാഹിബിന്റെ പുറകെ കൂടാം, കുറച്ച് സമയം ഓടിയാലേ നമ്മൾ എത്തുള്ളൂ. പക്ഷെ ഇവിടെ വെപ്രാളത്തിലോ ബേജാറിലോ ഒരു അന്താളിപ്പിലോ അക്ബർ സാഹിബ് ഇടക്കിടക്ക് സത്യം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. മീൻസ് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം അംഗീകരിക്കുന്ന അക്ബറിന്റെ വാക്കുകൾ ഇതിനിടയിൽ നമുക്ക് കേൾക്കാം. എങ്കിലും അങ്ങനെ ഇടക്കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കേൾക്കുന്നവർക്ക് മൊത്തത്തിൽ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളൂ അല്ലേ, എന്നാ കുഴപ്പമില്ല, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്ന പരുവത്തിൽ ചില ന്യായീകരണ ശ്രമങ്ങളാണ് കേൾക്കുക. ഇവിടെ ലിബറലിസമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം, നിർബന്ധിച്ച് മതത്തിൽ നിർബന്ധമില്ല എന്ന കാര്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് മതത്തിൽ നിന്ന് പുറത്തു പോയവരെ വധിക്കണമെന്ന ഒരു നിയമം ഇസ്ലാമിലുള്ളത്? അങ്ങനെ ഒരു ഹദീസ് എന്തുകൊണ്ടാണ്? അതെ, അങ്ങനെ ഒരു ഹദീസ് എന്തുകൊണ്ടാണ് എന്നല്ല, ആ ഹദീസിനെ കുറിച്ചുള്ള നിലപാട് എന്താണ്, ആ ഹദീസ് അങ്ങനെ ഉള്ളതാണോ ഇല്ലാത്തതാണോ, കള്ള ഹദീസാണോ എന്നൊക്കെയാണ് ആ സുഹൃത്തിന് അറിയേണ്ടത്. വിശ്വാസിയായ സുഹൃത്ത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലാ ഇക്രാഹ ഫിദ്ദീനാണ്, ലക്കും ദീനുക്കും വലിയ ദീനാണ്. ഇതൊക്കെ നിങ്ങൾ ഈ പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ പറയുന്നതും കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തിനോട് സംബന്ധിച്ചപ്പോൾ മനസ്സിലായി ഈ ഹദീസിന്റെ സാങ്കത്യം എന്താണ് എന്നാണ്. ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യത്തിന്റെ ഉത്തരം വളരെ രസകരവും വിചിത്രവുമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം, ഇസ്ലാമിക ചരിത്രത്തിൽ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന കാരണത്താൽ വധിക്കപ്പെട്ടത്, വധിക്കുക എന്ന ഏർപ്പാട് എത്രത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട്? അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന കാരണം കൊണ്ട് വധിക്കപ്പെട്ട ഏർപ്പാട് അല്ലെങ്കിൽ വധിക്കപ്പെട്ടവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹദീസിലുണ്ട്. പിന്നെ ആ പയ്യൻ പറഞ്ഞ ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ബുഖാരിയിലെ ഹദീസ് ആണെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഹദീസാണ്. ഈ ഹദീസ് ആണെങ്കിൽ അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എത്രത്തോളം നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ എന്നാണ് അക്ബർ സാഹിബ്. അതിൽ നിന്ന് തന്നെ മുർത്തദിനെ കൊല്ലണം എന്ന് മതനിയമം അക്ബർ സാഹിബ് അവിടെ അബദ്ധത്തിൽ സമ്മതിച്ചു. ഇനി ഇതാണ് ആ വ്യക്തി പറഞ്ഞ ഹദീസ്. ഈ ഹദീസ് വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന ബാബിലാണ്, എന്ന കിതാബിലാണ്. ഇനി അതിനകത്ത് പറയുന്നത് ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇബ്നു അബ്ബാസിന്റെ ഇബ്നു അബ്ബാസിൽ നിന്ന് ഇക്രിമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്നത് അലി ഒരു കൂട്ടം മനുഷ്യരെ കത്തിച്ചു, അതായത് തീയിട്ട് ചുട്ടുകൊന്നു. അലി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മരുമകൻ അലി. അങ്ങനെ ഈ വിവരം ഇബ്നു അബ്ബാസിന്റെ അടുത്തെത്തി. ഇബ്നു അബ്ബാസിന്റെ അടുത്ത് ഈ വിവരം എത്തിയപ്പം ഇബ്നു അബ്ബാസ് അലിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ അവരെ കത്തിച്ചു കൊല്ലൂലായിരുന്നു. കാരണം മുത്തുനബിയുടെ ഹദീസ് ഉണ്ട്, മുത്തുനബിയുടെ ഉപദേശമുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് നിങ്ങൾ ആരെയും ശിക്ഷിക്കരുത്. തീയിലിട്ട് കരിക്കാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രം. അതുകൊണ്ട് പൊന്നാര അലിയെ തീയമ്മ തൊട്ട് കളിക്കരുത്. അത് അള്ളാഹ്ക്ക് പാറ്റന്റ് ഉള്ളതാണ്. ആളുകളെ തീയിലിട്ട് വറുത്തു കോരുക, തീയിലിട്ട് ചുട്ടെടുക്കുക, തൊലി വീണ്ടും ചെയ്യുക, പിന്നെ അതേപോലെ തീയിന്റെ മെതിയടികൾ, ചെരുപ്പുകൾ അണിയിക്കുക, അത് കഴിഞ്ഞിട്ട് തലച്ചോറ് തിളച്ചു മറിയുക എന്നിത്യാദി തീയുമായി ബന്ധപ്പെടുത്തിയുള്ള കലാപരിപാടികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ തീയിലിട്ട് കരിക്കുക, കൊല്ലുക, ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് മാത്രമേ അങ്ങനെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന മുഹമ്മദ് നബിയുടെ ഹദീസ് ഇബ്നു അബ്ബാസ് ഓർമ്മിപ്പിച്ചിട്ട് ഒരു ഹദീസും കൂടിയും ഇബ്നു അബ്ബാസ് ഓർത്തെടുക്കുന്നു. ആ ഹദീസിൽ പറയുന്നത്, ഞാൻ തീർച്ചയായിട്ടും അവരെ കൊന്നുകളയുമായിരുന്നു. കാരണം മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അവരുടെ മതം ഉപേക്ഷിച്ചാൽ അവരെ കൊന്നുകളയണം എന്ന മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന്റെ ഭാഗമായി ഞാൻ അവരെ കൊല്ലുമായിരുന്നു. പക്ഷേ അലിയെ എജ്ജ് കാണിച്ചതുപോലെ ഞാൻ തീയിലിട്ട് ചുടൂലായിരുന്നു എന്ന് സഹീഹ് ബുഖാരിയിൽ സഹീഹായി തന്നെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള വിഷയം. ഈ ഹദീസിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ അക്ബർ സാഹിബിന്റെ ചോദ്യം അപ്രസക്തമാണ്. മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എത്ര പേരെ ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര നമ്മൾ കണ്ടിട്ടുണ്ടെന്നാൽ കുറച്ച് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊന്നത്, മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ തന്നെ കൊന്ന ഹദീസാണിത്. ഈ ഹദീസ് ഇബ്നു മാജയിലും നസായിലും ഒക്കെ വളരെ വിശദമായി ഒരു കൂട്ടം ആളുകൾ മതം ഉപേക്ഷിച്ചു പോയി എന്നും അലി അവരെ പിന്തുടർന്ന് പിടികൂടി തീയിട്ട് വധിച്ചു എന്നും കൃത്യമായിട്ട് തന്നെ മതം ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഹദീസിന്റെ അവസാനത്തിൽ ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ് എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് മാത്രമായി, ആ ഒരു ഉത്തരവ് മാത്രമായി തന്നെ
10-ലധികം ഹദീസുകൾ 10-ലധികം തവണ ആവർത്തിച്ച് പല ഹദീസ് ഗ്രന്ഥങ്ങളിലായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സിഹാഹു സിത്തയിൽ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ, ഹദീസിൽ അങ്ങനെ നിയമമുണ്ടോ? ഉണ്ട് എന്ന് സത്യസന്ധമായി മറുപടി പറയാൻ അക്ബർ സാഹിബിന് കഴിയുന്നില്ല എന്നതാണ് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ദാഴിമാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മേലും കീഴും നോക്കാതെ മതം പറയാൻ ഇറങ്ങിത്തിരിച്ച വഹാബികൾക്ക് ഇസ്ലാമിന്റെ ഒരു നിയമം, ഒരു രാഷ്ട്രീയ നിയമം, കൃത്യമായി കാര്യമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെട്ട ഒരു നിയമം, മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന നിയമം, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പക്ഷെ പബ്ലിക്കിന് മുമ്പിൽ പൊതുവേദിയിൽ പറയാൻ ആർജവമില്ലാതായിരിക്കുന്നു. വളരെ നല്ല സൂചനയാണ്. ചെറിയ കുട്ടികളെ മുർത്തദ്ദുകൾ അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവൻ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന മാനസികാവസ്ഥയിൽ കൊണ്ടുപോവുകയും എന്നാൽ അത് പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇത് പഠിപ്പിക്കപ്പെട്ട കുട്ടികൾ നിങ്ങളെ മനസ്സിലാക്കും. ഞങ്ങളെ മദ്രസയിൽ ഇതൊക്കെ പറയും ചെയ്യാം, എന്നിട്ട് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അതിനുള്ള ഉസറും പുളി ഇല്ലാതിരിക്കും ചെയ്യാം. ഇതിലെന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഇതെന്തോ മോശം കാര്യമാണ് എന്ന് ആ കുട്ടികൾ നാളെ ചിന്തിച്ചോളൂ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ബേജാറൊന്നുമില്ല. പക്ഷെ മതം വിട്ടവനെ കൊല്ലണം എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട നിയമമാണ്. ഇനി അക്ബറിന്റെ ചില ന്യായവാദങ്ങൾ കേട്ടോളൂ. അത് വളരെ രസകരമായിട്ടും വിചിത്രമായിട്ടും എനിക്ക് തോന്നി. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു. അവർക്കെതിരെ ഒരു വധാഹ്വാനം ഇവിടെ എവിടെയെങ്കിലും നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് ശരി. ആരെങ്കിലും കൊന്നിട്ടുണ്ടോടാ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോഴും ജീവൻ ഇല്ലേ എന്നാണ്. അതായത് എനിക്ക് ജീവൻ ഉണ്ട് എന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കൊക്കെ ജീവൻ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൽ മുർത്തദിനെ കൊല്ലണം എന്ന നിയമമില്ല എന്നതിന്റെ തെളിവ്. രണ്ട് മനുഷ്യരുടെ ഫോട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരെ അറിയാത്തവരായിട്ട് ആരും കേരളത്തിൽ ഉണ്ടാവില്ല. ഒരാൾ മലയാളിയാണ്, ഒരാൾ മലയാളിയല്ല. ഇത് ഫാറൂഖും ചേകനൂർ മൗലവിയുമാണ്. ഈ രണ്ടുപേരും കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന മതനിയമത്തിന്റെ ഇരകളാണ്. മതം ഉപേക്ഷിക്കുകയോ മതത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന ഇസ്ലാമിക നിയമത്തിന്റെ ഇരകളാണ് ഈ രണ്ട് മനുഷ്യർ. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നാണ്. പഴയതിലേക്ക് പോയാൽ ഇനിയും കിട്ടും. കോളിളക്കം ഉണ്ടാക്കാത്തതും അറിയപ്പെടാത്തതും സ്പോട്ട്ലൈറ്റിൽ വരാത്തതുമായിട്ടുള്ള നിരവധി ആളുകൾ ഒരു പക്ഷെ വേറെ ഉണ്ടാവാം. ഇതിനേക്കാളും എത്രയോ എണ്ണം ആളുകളാണ് ഇങ്ങനെയായി പോകുമെന്ന ഭയം കാരണം, ഇവരെ പോലെ ഇവരുടെ അവസ്ഥ വരുമെന്ന ഭയം കാരണം തങ്ങളുടെ രിദ്ദത്ത് മറച്ചു പിടിച്ച് മുനാഫിക്കുകളായി നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവുക. മരണഭയം കൊണ്ട്, മുർത്തദിനെ കൊല്ലണം എന്ന ഇസ്ലാമിക മതനിയമം ഉള്ളതുകൊണ്ട്. ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വലിയ ദീൻ എന്ന് പറയുന്ന പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ എന്നെ പറഞ്ഞു പേടിപ്പിച്ചത് ചേകനൂർ മൗലവിന്റെ അവസ്ഥ ഉണ്ടാവും അണക്കുന്ന. ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു വന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം, മതത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമ്മളെ പരിചയവും അറിവും സ്നേഹവും ഉള്ള വിശ്വാസികൾ പോലും നമ്മളോട് പറയുന്നത് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം എന്നാണ്. ആരെ സൂക്ഷിക്കണം എന്നാ? എല്ലാത്തിനും ഉത്തരമുണ്ട്. ഇനി അടുത്ത ന്യായം കേട്ടോളൂ കേട്ടോ. അടുത്ത ന്യായം, അങ്ങനെ വല്ലതും മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരൊക്കെ എപ്പോഴും ജീവനോടുണ്ടാകുമോ എന്ന മദ്രസ നിലവാരത്തിലുള്ള ചോദ്യം, അതിനേക്കാളും താഴ്ന്ന നിലവാരത്തിലുള്ള ചോദ്യം, നഴ്സറി ചോദ്യം, അക്ബർ സാഹിബിനെ പോലെ ഒരു ദാഴി ചോദിക്കേണ്ട ഗതികേട് ചോദ്യം ഒന്ന് കേട്ടോളൂ. ഇസ്ലാമിൽ നിന്ന് പോയി, ഇസ്ലാം നിഷേധിച്ചു, ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും വധാഹ്വാനമുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെയെല്ലാം കൊന്നുകളയണമെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതല്ലല്ലോ സംഭവിക്കുക. പിന്നെ എന്താ സംഭവിക്കുക സാഹിബേ? ഇസ്ലാമിൽ നിന്ന്, ഒരു മതനിയമത്തിൽ നിന്ന് മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം മുഹമ്മദ് നബിയുടെ അധ്യാപനമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലല്ലോ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പച്ച മലയാളത്തിൽ ലിയാക്കത്തിനൊക്കെ ഇപ്പോഴും ജീവനുണ്ട് തന്നെയല്ലേ? മതവിമർശനം നടത്തുന്നവർ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്നതാണോ പൊന്നാര സാഹിബേ ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല എന്നതിന്റെ തെളിവ്? ഈ തെളിവെടുത്ത് പരിശോധിച്ചാൽ മദ്രസ പീഡനങ്ങളുടെ പേരിൽ വരുന്ന വാർത്തകളൊക്കെ ഇസ്ലാമിൽ ഹലാലാണ് നമ്മൾ വാദിക്കേണ്ടി വരൂലേ? ഈ നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണോ ഒരു വിഷയം ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ എന്നതിന്റെ തെളിവ്? അങ്ങനെയാണെങ്കിൽ അടിമത്തം ഇസ്ലാമിൽ ഇല്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? ഞാൻ അതിപ്പോ വിശ്വാസികളുടെ ഇടയിൽ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അതിനർത്ഥം അടിമത്തം ഇല്ല എന്നാണ്. ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് വിശ്വാസികളിൽ എവിടെയെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഇസ്ലാമിൽ അടിമത്തം ഇല്ല എന്നാണോ പറയാം? അല്ലെങ്കിൽ അടിമത്തം അനുവദനീയമായിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പം 4-5 അടിമകൾ ഉണ്ടാവുമായിരുന്നില്ലേ എന്നാണോ ചോദിക്കാം? മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെയും ഉസ്താദുമാരുടെ വാർത്തയും വെച്ചിട്ട് ഇത് നിരോധിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ മദ്രസയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ എന്താ മറുപടി പറയാം? അതുകൊണ്ട് ഇത്തരം ബാലിശമായ വാദങ്ങൾ വിടൂ. അത് താങ്കളെപ്പോലെ ഒരു ദാഴി പറയുന്നത് ഗതികേടിന്റെ ആഴം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ വിശ്വാസികൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾ പറഞ്ഞ ന്യായം വെച്ചിട്ട് മദ്രസയിൽ കുട്ടികളെ പീഡിപ്പിക്കൽ ഹലാലാണെന്ന് ചിലപ്പോൾ വിശ്വാസികൾ വിചാരിച്ചേ.
അല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിക്കാം. لم يتركوا الردة، لو تركوا الردة ما كان هناك إسلام، كان انتهى الإسلام منذ وفاة الرسول عليه الصلاة والسلام. فالوقوف أمام الردة هو الذي أبقى الإسلام. وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا، جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرتدين، وجاءت أحاديث كثيرة، مش حديث واحد ولا اثنين ولا ثلاثة، أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد. حديث ابن عباس من بدل دينه فاقتلوه، حديث ابن مسعود لا يحل امرئ إلا بإحدى ثلاث، السيب الزاني والنفس بالنفس، النفس بالنفس، والتارك لدينه المفارق للجماعة، وحديث أبي موسى الأشعري ومعاذ ابن جبل وأبي هريرة وعدد من الصحابة في مسألة ഇപ്പൊ എന്താ കേട്ടത്? ഇത് യൂസഫ് അൽ കർലാവി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മാത്രം മരണപ്പെട്ടു പോയ സുന്നി ആശയധാരയിലുള്ള, സുന്നി എന്ന് പറയുമ്പോൾ ആഗോള സുന്നി കേട്ടോ, അതായത് നമ്മൾ അക്ബർ സാഹിബ് ഒക്കെ പ്രദാനം ചെയ്യുന്ന സുന്നി ആശയധാരയിലുള്ള വളരെ പ്രഗത്ഭമതിയായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ഒരുപാട് ഫത്വകളൊക്കെ കൊടുത്തിട്ടുള്ള വളരെ പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് യൂസഫ് അൽ കർലാവി. യൂസഫ് അൽ കർലാവി പറയുന്നത് മുർത്തദിനെ കൊല്ലണമെന്ന ഇസ്ലാമിലെ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിന്റെ കാലം കഴിയുമ്പോഴത്തേക്ക് എന്നെ തവിട് പൊടിയായി പോയേനെ എന്നാണ്. അത് ശരിയുമാണ്. മുഹമ്മദിന്റെ മരണശേഷം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട എന്നല്ല, ഖലീഫയായി അവരോധിക്കപ്പെട്ട അബൂബക്കർ ആദ്യമായി ഏറ്റുമുട്ടേണ്ടി വരുന്നത് മുർത്തദ്ദുകളോടാണ്. മുർത്തദ്ദുകളെ നേരിടുക എന്ന ടാസ്ക് ആയിരുന്നു അബൂബക്കറിന് ഉണ്ടായത്. മുർത്തദ്ദിനെ നേരിടുക എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ, ഇസ്ലാമിൽ നിർബന്ധമായി ഗണിക്കപ്പെട്ട ഒരു കാര്യം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അയാൾ മുർത്തദ്ദായി. നേരത്തെ ചേകനൂർ മൗലവിയെ ഫോട്ടോ കാണിച്ചപ്പോൾ ചില ആളുകൾക്കെങ്കിലും നെറ്റി തുളിഞ്ഞിട്ടുണ്ടാവും, അതിനിപ്പോൾ ഇയാൾ മുർത്തദ്ദല്ലല്ലോ, ഇദ്ദേഹം മുർത്തദ്ദല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇസ്ലാമിൽ ഒരാൾ മുർത്തദ്ദാവുന്നതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാമിൽ നിർബന്ധമായി ഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ലാതെ സ്ഥിരപ്പെട്ടു വന്ന ഒരു നിർബന്ധത്തെ അത് നിർബന്ധമല്ല എന്ന് പറയുകയോ ഒരു ഹലാല് ഹറാമാക്കുകയോ ഹറാം ഹലാലാക്കുകയോ ചെയ്താൽ അയാൾ മുർത്തദാവും, അയാൾ ദീനിൽ നിന്ന് പുറത്താവും. അതുകൊണ്ടാണ് പണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഏകദേശം ഒരു 10-20 വർഷം മുൻപ് കേരളത്തില് AP വിഭാഗം സുന്നിയുടെ ഭാഗമായിരുന്ന ഒരു മൊയ്ലിയാര്, ആ മൊയ്ലിയാര് പലിശ ഹലാലാണ്, ബാങ്ക് പലിശ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. വലിയ പുകിലുണ്ടായി. അറിയാവുന്നവർ അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ നല്ലതായിരിക്കും, കമന്റ് ബോക്സിൽ എഴുതും. അത് ഈ മർക്കസ് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നൊരു അഭ്യൂഹം അന്നത്തെ കാലത്ത് പടർന്നിരുന്നു. എന്റെ നിജസ്ഥിതി അറിയില്ല. എന്തായാലും ബാങ്ക് പലിശയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു മൊയ്ലിയാരി പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ് തിരിച്ചു കയറിയത് ഇസ്ലാമിലേക്ക്. എന്ന് പറഞ്ഞാൽ അയാൾ മുർത്തദ്ദാണ് എന്നർത്ഥം. എന്തുകൊണ്ടാണ് അടിമത്തം ഹറാമാണ് എന്ന് പറയാത്തത്? അടിമത്തം തെറ്റാണെന്ന് പറയാൻ കഴിയാത്ത എന്താ? അടിമത്തം ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കിയാൽ ഓൻ ദീൻ ഇസ്ലാം എന്ന് പുറത്താണ്, മുർത്തദ്ദാണ്. അപ്പൊ അക്ബറും ബാസിലോ ആരെങ്കിലും ഇസ്ലാമിൽ അടിമത്തം ഹറാമാണ് എന്ന് പറഞ്ഞാൽ നാളെ ഞാനും അവരൊക്കെ ഒരുമിച്ച് കുത്തിരിക്കേണ്ടി വരും. അപ്പൊ അതാണ് ഇസ്ലാമിന്റെ കോലം. എന്ന് മാത്രമല്ല, യൂസഫ് അൽ കർലാവി അതിനകത്ത് പറയുന്നത് ഖുർആൻ വചനങ്ങൾ, സൂറത്ത് മാഇദയിലെ ഒരു വചനം, പിന്നെ 1, 2, 3 ഹദീസുകൾ, ഇഷ്ടം പോലെ ഹദീസുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നും മുർത്തദ്ദിനെ കൊല്ലൽ മതപരമായ ബാധ്യതയാണ്, ബാധ്യതയല്ല, കൊല്ലാതിരിക്കാം, വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് മുർത്തദിനെ കൊല്ലുക എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം. മുർത്തദിനെ കൊല്ലാം, അല്ലെങ്കിൽ മുർത്തദിനെ കൊല്ലണം. ഇനി ഏതൊക്കെ മുർത്തദുകളെ നേരിട്ട് ഡയറക്റ്റ് ചോദ്യം പറച്ചിലില്ലാതെ കൊല്ലാൻ പറ്റും? ചില ആളുകളെ ചോദ്യവും പറച്ചിലും 3 ദിവസം വരെ സമയം കൊടുത്തിട്ട് മാത്രമേ കൊല്ലുള്ളൂ. ഇസ്ലാമിന്റെ കാരുണ്യൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ, പറഞ്ഞുതരാം. അങ്ങനെ വെറുതെ മുർത്തദിനെ കൊല്ലൊന്നുമില്ല. ഇനി അക്ബർ സാഹിബിന്റെ ന്യായീകരണം പക്ഷെ വേറെ വഴിക്ക് കയറി പോവാണ്. കാർഗിൽ വഴി പാകിസ്ഥാനിലേക്ക് പോവാണ് അക്ബർ സാഹിബിന്റെ ന്യായീകരണം. പിടിച്ചിരുന്നത് എന്തുകൊണ്ടാണ് മുർത്തദുകളെ വധിക്കുക എന്നൊരു നിയമമുള്ളത്? ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവൻ, ആ രാഷ്ട്ര തലവനാണ് ഒരാൾ മുർത്തദ്ദാണോ അല്ലേ എന്ന് നിശ്ചയിക്കുന്നത്. എന്ത് വർത്താനാണ് സാഹിബേ? അപ്പൊ ഈ വിശ്വാസിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പൊ ഞാൻ മുർത്തദ്ദാണോ അല്ലേ തീരുമാനിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ തലവനാണോ? ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ അല്ല. ഒരാൾ മുർത്തദ്ദാണോ അല്ലേ എന്ന് ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്, മുസ്ലിം സൊസൈറ്റിക്ക്, കാളിക്ക് ഒക്കെ തീരുമാനിക്കാവുന്ന അവസരങ്ങളുണ്ട്. അതേ സമയത്ത് ഒരാൾ മുർത്തദ്ദാവുന്ന ആ വ്യക്തിക്ക് അയാൾ മുർത്തദ്ദാണ് എന്ന് ബോധ്യപ്പെടാവുന്ന ഇസ്ലാമികമായ കാരണങ്ങളുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. ഇനി റിദ്ദത്ത് കൺഫേം ചെയ്യാൻ വേണമെങ്കിൽ, ശിക്ഷ നടപ്പിലാക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ഇയാൾ യഥാർത്ഥത്തിൽ മുർത്തദ്ദാണോ അതോ വേറെ ആരെങ്കിലും ആണോ
എന്നൊക്കെ ചോദിക്കാം, എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ ഇയാളുടെ രിദ്ധത്തിന്റെ കാരണം അജ്ഞതയാണോ, അഹങ്കാരമാണോ, വേറെ ദീനിലേക്ക് പോകാനുള്ള ആകർഷണമാണോ, ഇതൊക്കെ പരിശോധിക്കാം. പരിശോധിച്ച് ശിക്ഷയും നടപ്പിലാക്കാം. എന്താണ് ശിക്ഷ? സാഹിബ് തന്നെ പറയും, കേട്ടോ. ഒരാൾ മുർത്തദ്ദാവുക എന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രഘടനയിൽ എങ്ങനെയാണോ ബാധിക്കുക അതിനനുസരിച്ചാണ് വധശിക്ഷ പരമാവധി നടപ്പാക്കുന്ന അവസ്ഥയുണ്ടാവുക. അത് ശരി. അപ്പൊ വധശിക്ഷ പരമാവധി നടപ്പിലാക്കും. എന്തിന്? മുർത്തദിനെ പരമാവധി വധശിക്ഷക്ക് വരെ വിധിക്കാം. മുർത്തദിനെ കൊല്ലാൻ ഇസ്ലാമിൽ വകുപ്പുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ന്യായം കേട്ടോളൂ. ഇത് എവിടുന്ന കിട്ടുന്നത് എനിക്കറിയില്ല, ഏത് കിതാബിന്നാന്നും അറിയില്ല. എന്തായാലും നമുക്ക് കേൾക്കാം. അത് കേവലം വിശ്വാസമാറ്റം കൊണ്ടല്ല. ഒരാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വിശ്വാസം അയാൾക്ക് പോയാൽ അയാൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയില്ല. കാരണം വിശ്വാസം ഉള്ളിലുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇസ്ലാം വിശ്വാസം ഉള്ളിലുള്ളതാണ്. അത് ശരി. അക്ബർ സാഹിബിന്റെ ബുദ്ധി റോക്കറ്റ്. ഒരാളുടെ വിശ്വാസം പോയി, ഓക്കെ, അത് അയാളുടെ ഉള്ളിലുള്ളതാണ്. അത് പോയി എന്ന് ആർക്കറിയാം? അയാൾക്കറിയാം. അയാൾ അത് വിഴുങ്ങി കുറച്ച് നാരങ്ങളും കുടിച്ചു എന്ന് വിചാരിച്ചു. എനിക്ക് വിശ്വാസം അല്ലാന്ന് അയാൾക്ക് മനസ്സിലായി. അത് ഉള്ളിലുള്ളതാണ്. അത് അയാൾ ഉള്ളിൽ ഒതുക്കി മുനാഫിക്കായിട്ട് തുടർന്നു. ആ കൊല്ലം നിയമമല്ല. സത്യമാണ് സാഹിബ് പറഞ്ഞത്. ഒരാളുടെ വിശ്വാസം പോയി പിന്നീട് അയാൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മുർത്തദ്ദാണോ മുനാഫിക്കാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെയല്ലേ സാഹിബേ? ഒരാൾക്ക് വിശ്വാസമില്ല, വിശ്വാസിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരാൾ വിശ്വാസിയായിരുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന വിവരം മുസ്ലിം സമൂഹത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചില്ല. ഈ അവസ്ഥയിൽ മതം അയാളെ പരിഗണിക്കുന്നത് മുർത്തദ്ദായിട്ടല്ല. ഒരാൾ വളരെ പ്രകടമായി രിദ്ധത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയോ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ രിദ്ധത്തിന്റെ വാക്കുകൾ പരസ്യമായി പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നത് വരെ ഒരാൾ മുർത്തദ്ദായിട്ട് മുദ്ര കുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളുടെ വിശ്വാസം പോയി എന്നതുകൊണ്ട് ഒരാളെ കൊല്ലൂല എന്ന് അക്ബർ സാഹിബ് പറഞ്ഞത് 100% ശരിയാണ്. കാരണം അയാള് മുർത്തദ്ദായിട്ട് ഗണിക്കപ്പെടുന്നില്ല. അയാൾ മുർത്തദ്ദായി ഗണിക്കപ്പെടുന്ന എവിടെയാ? ഷഹാദത്തിന് ഓപ്പോസിറ്റ് പറയണം. അതായത് ഞാൻ ഇനി ഇതിലൊന്നുമില്ല എന്ന് ഒന്നുകിൽ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ പ്രകടിപ്പിക്കുമ്പോഴാണ് പൊതുസമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അയാളെ മുർത്തദ്ദായി മുദ്ര കുത്തുന്നത്. അക്ബർ സാഹിബിന്റെ സൂത്രമൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്, ഐഡിയ കൊള്ളാം. പക്ഷെ അതിവിടെ നടക്കൂല. നമ്മളൊക്കെ ഇവിടെ കണ്ണും ചെവിയും തുറന്നു വെച്ചിരിക്കണേ. അല്ല സീലി എന്നൊക്കെ പറഞ്ഞ വെറുതെ കൃത്യമായിട്ട് കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ സൂത്രപ്പണി കയ്യിൽ വെച്ചാൽ മതി. വിശ്വാസം ഉള്ളിലുള്ളതാണ്, വിശ്വാസം പോയി എന്ന് വെച്ചിട്ട് ആരും കൊല്ലൂല. ശരിയല്ല. മുർത്തദ്ദായ കൊല്ലും. മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുകയോ പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കുകയോ ചെയ്യണം. എന്ത്? അവിശ്വാസം, വിശ്വാസമില്ലായ്മ, വിശ്വാസം ഉപേക്ഷിക്കൽ, മതപരിത്യാഗം പ്രകടിപ്പിക്കുകയോ പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന മൊമെന്റിലാണ് അയാൾ മുർത്തദ്ദാവുന്നത്. അയാളുടെ വിശ്വാസം അയാളുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴല്ല. വിശ്വാസം മനസ്സിലില്ലാതെ ഇതൊക്കെ പുകയാണെന്ന് അറിഞ്ഞിട്ട് ദൈവക്കച്ചവടം, മതക്കച്ചവടം, യാറം കച്ചവടം ആയിട്ട് എത്രയോ മൂല്യമാര് ജീവിക്കുന്നുണ്ട്. ഓലൊക്കെ നല്ല മുസ്ലിം വേഷം കെട്ടി അത്തറും പൂശി വലിയ വലിയ കാറിൽ നാട് നീളെ റോന്ത് ചുറ്റുന്നവരില്ലേ? അവരെയൊക്കെ നമ്മൾ മുർത്തദ്ദായിട്ടാണ് കൂട്ടുന്നത്? അല്ല, അവർ പുറത്ത് വിശ്വാസികളായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മുനാഫിക്കുകളാണ്. അവരൊരു പക്ഷെ മതവേഷം കെട്ടുന്നുണ്ടാവാം, കെട്ടുന്നില്ലായിരിക്കാം. അവരെ മുർത്തദ് എന്ന അളവുകോല് കൊണ്ട് അളക്കാൻ കഴിയില്ല. രിദ്ദത്ത് പ്രകടിപ്പിക്കണം. രിദ്ദത്ത് സംഭവിച്ചാൽ മുർത്തദിന് എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അതിനെക്കുറിച്ചുള്ള ഹദീസിനെ കുറിച്ചാണ് ചോദ്യം. അതുകൊണ്ട് മനസ്സിലെ ഈമാൻ വിട്ടുകളഞ്ഞ ആളെയും അക്ബർ സാഹിബെ നിങ്ങൾ പ്രഖ്യാപിച്ച മുർത്തദിനെ കുറിച്ച് പറയും. അതല്ല അതിന്റെ ഒരു ഇത്. അതേസമയം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാമിനെ തെറി പറയുകയും പ്രവാചകനെ നിഷേധിക്കുകയും അതേപോലെ തന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ കുഴപ്പമുണ്ടാക്കുന്നതിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകും. അത് പോയിന്റ്. അപ്പൊ ഒരാൾ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് വെച്ചിട്ട് പ്രശ്നമില്ല. പക്ഷേ അത് അയാൾ പറയുകയും പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിക്കുകയും നാട്ടിൽ കുഴപ്പമുണ്ടാകുക പറഞ്ഞാൽ നാട്ടുകാരെ വിശ്വാസം ഈമാ ഫസാദാക്കുക എന്നുള്ളട്ടോ വലിയ വലിയ കുഴപ്പം. നിലവിൽ വിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയോ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുകയോ അവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയോ വിശ്വാസം തെറ്റാണ് എന്ന് വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, സംവാദത്തിന് വെല്ലുവിളിക്കുന്നതൊക്കെ എന്തായി മാറും? നാട്ടിൽ കുഴപ്പമുണ്ടാക്കലായി മാറും. ഞാൻ ഇപ്പൊ അടിമത്ത വിഷയത്തിൽ അബ്ദുള്ള ബാസിലിനെ സംവാദത്തിന് വിളിച്ചാൽ അത് നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാവും. കാരണം ബാസിലിന്റെ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെ ബേസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ സംവാദത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈമാൻ പയച്ചു പോകും. അപ്പൊ ആളുകളുടെ ഈമാൻ പയപ്പിക്കുക എന്ന് പറയുന്നതാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ മതം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് എന്താ പ്രശ്നം? നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടാവണ്? ഇപ്പൊ ഞാൻ മതം വിട്ടു, നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടാവണ്? ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളെ കൊല്ലും. ഇതന്നെയല്ലേ സാഹിബെ മുർത്തദിനെ കൊല്ലാന്ന് പറഞ്ഞാൽ? ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സമരാഷ്ട്രത്തിൽ 2 തരം ആളുകളുണ്ടാവുക. ഒന്നൊരു മുസ്ലിമും ഒന്ന് ദിമ്മിയും. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമായ വിശ്വാസിയായ പൗരനാണ്. രണ്ടാമത്തെ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ
മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ സംരക്ഷിക്കപ്പെടുന്ന പ്രജയാണ്, സംരക്ഷിക്കപ്പെടുന്ന പൗരനാണ്. ഈ രണ്ട് തരം ആളുകളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവുക. എന്തൊക്കെ മുസീബത്തപ്പം നിങ്ങൾ പറഞ്ഞുകൊടുക്കണ, നിങ്ങൾ ഇസ്ലാമിന്റെ ട്രൗസർ കീറുക. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മുന്നിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയല്ലേ? ഹേ ജനങ്ങളെ, നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഖുർആനും കൈ പിടിച്ചിട്ട് നിങ്ങൾ ഈ വാദി വർത്തനം പറയാ. ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ടു തരം പൗരന്മാരാ, രണ്ടാം കിട പൗരന്മാരോ? അത് ശരി. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പൗരന്മാർ എന്ന് പറയുന്നത്, പൂർണ്ണാർത്ഥത്തിലുള്ള പൗരന്മാർ എന്ന് പറയുന്നത് ആരാണ്? മുസ്ലിങ്ങൾ മാത്രം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടാവുക. ഒന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പൗരന്മാർ, രണ്ടാമത്തത് പൗരന്മാരല്ല സംരക്ഷിത പൗരന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നോളി, ഞങ്ങളെ തണലിൽ നിങ്ങൾ ഇവിടെ താമസിച്ചോളി, നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശ്രിതരായി ഇസ്ലാമിക രാഷ്ട്രത്തിന് വിധേയപ്പെട്ട് ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ഇസ്ലാമിക രാഷ്ട്ര നിയമത്തെ അംഗീകരിച്ച് അതിന്റെ അപ്രമാദിത്യത്തെ അംഗീകരിച്ച് രണ്ടാം കിട പൗരന്മാരായി വിവേചനത്തിന്റെ നികുതിയും കൊടുത്ത് താമസിക്കുന്നവർ, അവരാണ് അടുത്ത വിഭാഗം. ഇങ്ങനെ രണ്ട് വിഭാഗം മനുഷ്യരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവുക. അത് മനസ്സിലായല്ലോ അല്ലെ? ഇനിയിപ്പോൾ അതിൽ സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മനുഷ്യരും തുല്യമായ അവകാശങ്ങളുള്ളവരല്ല കേട്ടോ. ഉത്തരവാദിത്വം വേറെയാണ്, അവകാശം വേറെയാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടാവും. എന്തൊരു കഷ്ടം. അക്ബർ സാഹിബ്, നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഓട്ടയടച്ച് വരുമ്പോൾ നിങ്ങൾ വേറെ ഭാഗത്ത് നിന്ന് മാന്തി പൊളിച്ചിട്ട് അതൊക്കെ ഓട്ടയടച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ന്യായീകരിക്കണം. നിങ്ങൾക്ക് ഈയിടെയായിട്ട് പിന്നെ അങ്ങോട്ട് അത് ക്ലച്ച് പിടിക്കില്ല. നിങ്ങൾ ന്യായീകരണം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കണം നിങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് രാഷ്ട്രത്തിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. അങ്ങനെയുള്ള ഒരു മുസ്ലിം അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിലക്ക്, പങ്കെടുക്കുവാൻ എപ്പോഴും സന്നദ്ധൻ എന്നുള്ള നിലക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനാണ് അയാൾ. കൃത്യമായി മനസ്സിലാക്കുക, ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനാണ് അയാൾ. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈനികനായ ഒരാൾ പിന്നെ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മുർത്തദിനെ വധിക്കുന്ന നിയമം. അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മണി വ്യത്യാസപ്പെട്ട രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടാവും. ഒന്ന് മുസ്ലിങ്ങളും മറ്റേ ദിമ്മികളും. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ ഓല അവിടെ വെറുതെ ഓല വീട്ടിനകത്ത് കുത്തിരുന്ന് പ്രാർത്ഥനയും നിസ്കാരവും ഓത്തൊക്കെ ആയിട്ട് അങ്ങനെ കൂടിയാൽ മതി. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണെങ്കിൽ അത് ഇട്ടാ നമ്മൾ അതിനങ്ങനെ കൊളോക്കിയലായിട്ട് അങ്ങനെ പറയുന്നുള്ളൂ. ഓൽക്ക് അവരെ മത ആചാരപ്രകാരം ആചരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് കാണിക്കാൻ പാടില്ല, കുരിശ് പുറത്ത് കാണിക്കാൻ പാടില്ല, ഡ്രസ്സിൽ ചിഹ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, പൊളിഞ്ഞു വീഴാറായ അമ്പലമോ പള്ളിയോ പുനർനിർമ്മിക്കാൻ പാടില്ല, ഖജനാവിൽ നിന്ന് പൊതു മുതലിൽ നിന്ന് ഇത്തരം ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കാൻ പാടില്ല, സ്ഥലം കൊടുക്കാൻ പാടില്ല, നിലവിലുള്ള അമ്പലമോ പള്ളിയോ പൊളിഞ്ഞു വീഴാറായാൽ അത് പുനർനിർമ്മിക്കാനോ അത് റിപ്പയർ വർക്ക് ചെയ്യാനോ പാടില്ല. ഉള്ള കോലത്തിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുത്തുന്ന പ്രാർത്ഥിച്ചോ കുഴപ്പമൊന്നുമില്ല. റോട്ടുമൊക്കെ ഇറങ്ങരുത്, നാട്ടുകാർ കാണരുത്, ചിഹ്നങ്ങൾ അണിയരുത്, മതചിഹ്നങ്ങൾ അണിയരുത്. ഇങ്ങനെ കുറച്ച് ചെറിയ നിബന്ധനകളോടുകൂടി ദിമ്മികൾ എന്ന ബഹുമതിയോടുകൂടി ഇസ്ലാമിക രാഷ്ട്രത്ത് ജീവിക്കുന്ന പൗരന്മാർ, ഇങ്ങനെ രണ്ടു തരം പൗരന്മാരാണ്. അപ്പം ദിമ്മികളെ സംബന്ധിച്ച് പട്ടാളത്തിലൊന്നും പോണ്ട, അതൊരു ആനുകൂല്യമായിട്ട് എടുത്താൽ മതിട്ടോ. ആനുകൂല്യം എന്നല്ല, അവർക്ക് അതിനുള്ള അധികാരമില്ല, അവകാശമില്ല. അപ്പൊ അങ്ങനെ വിവേചനത്തിന്റെ പ്രജകൾ ഒരു ഭാഗത്തും മുസ്ലിം സൈന്യം ഒരു ഭാഗത്ത്. അപ്പം ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരൻ എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിക ഭരണകൂടത്തിലെ ഒരു സൈനികൻ കൂടിയാണ്. അങ്ങനത്തെ സൈനികരുമായി ബന്ധപ്പെട്ടതാണ് മുർത്തദിന്റെ നിയമം. എങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമല്ല എന്നും അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നും അതിലെ ഒരു സാമൂഹ്യ നിയമം, വിശ്വാസപരമായ ഒരു നിയമം രാഷ്ട്രീയമായിട്ട് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്നുമാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. വിശ്വാസം മനസ്സിലുള്ളതാണ്. പട്ടാളവും രാജ്യവും രാഷ്ട്രവും നിയമവും വേറെ കാര്യമാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വന്ന് രണ്ടും കൂടി കുഴച്ചു. ഒരാളുടെ വിശ്വാസം, വ്യക്തിപരമായ ദൈവവിശ്വാസവും അയാൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ മതവും ഭരണകൂടത്തിന്റെ മതവും ഇയാളുടെ മതവും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് മാത്രമേ മുർത്തദ് എന്ന് പറയുള്ളൂ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ് സാഹിബ് നിങ്ങൾക്ക്? മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ വിശ്വസിച്ചു, അതിനുശേഷം മതം ഉപേക്ഷിച്ചു. മതം ഉപേക്ഷിച്ച് വേറെ മതത്തിലേക്ക് പോയി എന്നാവാം, അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു വിശ്വാസമില്ല എന്നാകാം. ഇതൊക്കെ മുർത്തദാണ്. ഇതും പട്ടാളമായിട്ട് എന്താ ബന്ധം? ഇനിയിപ്പോ ഒരാൾ വിശ്വാസിയാണ്, അയാൾ മിലിറ്ററിയിലുള്ള ആളാണ് എന്ന് തന്നെ വിചാരിക്കാം. അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതായാൽ എന്താ സംഭവിക്കാം? അയാൾ മുർത്തദ് തന്നെയല്ലേ? അയാൾ പ്രഖ്യാപിച്ച അയാൾ മുർത്തദല്ലേ? എവിടേക്കാ നിങ്ങളത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്? നമുക്കൊന്ന് പോയോക്കാം. വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദിമ്മിയായ ഒരാൾക്ക് അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, അവകാശങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം മുസ്ലിമായി പ്രഖ്യാപിക്കുന്നു. മുസ്ലിമായി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അയാളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? അയാളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അതുവരെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി പടയാളിയായി
നിൽക്കുന്ന മുസ്ലിമിൽ നിന്ന് വ്യത്യസ്തമായി അയാൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പടയാളിയല്ലായിരുന്നു. അയാൾ കൂടി പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അയാൾ കൂടി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പടയാളിയായിത്തീരുന്നു. ഓഹ്, എന്തൊരു കഷ്ടപ്പാട് എന്റെ സാഹിബിന്, എന്തൊരു ഇടങ്ങേറാണ്. ഇങ്ങനെ വാക്കുകൾക്ക് ക്ഷാമം, ഒരു ആത്മവിശ്വാസക്കുറവ്, എവിടെയോ പാളിപ്പോകുമോ എന്നൊരു ബേജാർ, ഒരു അങ്കലാപ്പ്, നുണ പറയുന്നതിന്റെ ജാള്യത അക്ബർ സാഹിബെ നിങ്ങളെ വാക്കിലും നിങ്ങളെ കഥപ്പിലുണ്ട്. അറിഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ പോലെയുള്ള നിങ്ങളുടെ പ്രാമാണികമായ ഗ്രന്ഥകാരന്മാരെ, പണ്ഡിതന്മാരെ, നിങ്ങളുടെ ഇമാമുമാരെ, ശൈഖന്മാരെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയുന്നത് എന്ന് കൃത്യമായ ബോധ്യമുള്ള നിങ്ങൾക്ക് വാക്കുകളിൽ ഒരു തപ്പലും തടച്ചിലും വരുന്നത് എന്തുകൊണ്ടറിയോ? നിങ്ങൾ പൂർണ്ണ ബോധ്യത്തിൽ നുണ പറയുന്നതുകൊണ്ടാണ്. ഒരു ദിമ്മി മിലിറ്ററിയിൽ ചേർന്നതോടുകൂടി, അതായത് ദിമ്മിയായിട്ട് ജീവിക്കുന്ന ഒരാൾ മുസ്ലിമായി, അതോടുകൂടി അയാൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി. നാച്ചുറലി അയാൾ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന പ്രചാരണ പട്ടാളക്കാരനായി. അതോടുകൂടി അയാൾ ഒരു മുസ്ലിം പൗരനായി. പിന്നെ അയാൾ മതം ഉപേക്ഷിച്ചാൽ അതും പോരാ. ഇത് പറഞ്ഞിട്ടൊന്നും മെനയാവാത്തതുകൊണ്ട് കുറച്ച് ഉദാഹരണം കുറച്ച് കയറ്റി പറയാണ് സാഹിബ്, അതുകൂടി കേട്ടോളി. വല്ലാത്തൊരു ഉദാഹരണം തന്നെ. അങ്ങനെയുള്ള സമയത്ത് രാഷ്ട്രത്തിന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഇപ്പോൾ അറിയാം. അത്തരം ഒരു സന്ദർഭത്തിൽ അയാൾ ഒരു ദിവസം അയാൾ ഇസ്ലാമിനെ നിഷേധിക്കുകയും ശത്രുപാളയത്തിൽ പോവുകയും മുസ്ലിങ്ങൾക്കെതിരെ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ കേവലം വിശ്വാസമാറ്റമല്ല, മറിച്ച് എന്താണ് ഉണ്ടാകുന്നത്? അയാൾ രാഷ്ട്രത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ രാഷ്ട്രദ്രോഹമാണ് ചെയ്യുന്നത്. ആ നിലക്ക് രാഷ്ട്രദ്രോഹികൾക്ക് നൽകുന്ന ശിക്ഷ, പരമാവധി ശിക്ഷ, അതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഇത്തരം ആളുകൾക്കുള്ള വധശിക്ഷ എന്ന് പറയുന്നത്. മേനയായിട്ടില്ല സാഹിബെ, പോരാ. നിങ്ങൾ ഇതൊന്നും കൂടി കടത്തി പറയണം. എന്താണ് ഇതൊരു ദേശവിരുദ്ധ പ്രവർത്തനം? എന്ത് ഖുർആൻ പുകയാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ, മുഹമ്മദ് സ്വന്തം നിലക്ക് പറഞ്ഞത് തുന്നിക്കൂട്ടി എഴുതി വെച്ചതാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം എന്ന് തോന്നിയാൽ, ഇവൻ അടിമത്തം, മനുഷ്യത്വ വിരുദ്ധമായ ഒരു പൈശാചിക വ്യവസ്ഥിതിയായിരുന്നു എന്നൊരാൾക്ക് തോന്നിയാൽ, ഒരു ദുഷിച്ച വ്യവസ്ഥിതിയായിരുന്നു തോന്നിയാൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ക്ലിപ്പ് ചെയ്തിട്ട് നാളെ വരും, അങ്ങനെ തോന്നി ഒരാളുടെ വിശ്വാസം പോയി, ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ തന്നെ എന്നൊരാൾക്ക് തോന്നിയാൽ, നിങ്ങൾ ഈ പറഞ്ഞ വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ? നിങ്ങൾ എവിടുക്കണത്? എന്തിനാണ് നിങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, അയാൾ അത് പ്രഖ്യാപിച്ചു, ഞാൻ ഇനിമേൽ ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അയാൾക്ക് അറിയാവുന്ന 4 കാര്യം വർത്താനം പറഞ്ഞു, അയാളുടെ ബോധ്യങ്ങൾ പുറത്തു പറഞ്ഞു, റിദ്ദത്ത് സംഭവിച്ചു, റിദ്ദത്ത് പ്രഖ്യാപിച്ചു, പ്രകടമായി. വേറെ ഈ പട്ടാളം, യുദ്ധവും, ശത്രുപാളയത്തിൽ പോയി ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ ചോർത്തിക്കൊടുത്ത് എന്തിനായി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സിമ്പിൾ മുർത്തദ്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ മുർത്തദാണല്ലോ. ഞാനാണ് ഇസ്ലാമിക സമൂഹത്തിൽ, ഒരു ഇസ്ലാമിക ശരീഅത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി എൻ്റെ അഭിപ്രായം ഞാൻ പറയുമ്പോൾ, ഞാൻ പട്ടാളത്തിൽ ചേർന്നിട്ടില്ല, മിലിറ്ററി ഓഫീസിൽ ഉന്നത ഇതിലെത്തിയിട്ടില്ല, രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഒരു പട്ടാളക്കാരനായി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എല്ലാ രാജ്യത്തെയും പൗരന്മാർക്ക് അവിടുത്തെ പട്ടാളത്തിലെ സേവിക്കേണ്ടി വരും, രാജ്യത്തിന് വേണ്ടി അണിനിരക്കേണ്ടി വരും. അത്തരം ഒരു ബാധ്യതയുണ്ട് എന്നതിന്റെ പേരിൽ അത് നമുക്കൊക്കെ ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? എല്ലാ രാജ്യത്തെ പൗരന്മാർക്കും ഇല്ലേ? അത് അവരുടെ ധർമ്മമല്ലേ, അവരുടെ ഉത്തരവാദിത്തല്ലേ? ആ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ സകല രഹസ്യങ്ങളും ഈ സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടുമോ? എന്ത് ബഡായി നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബഡായി പറയുമ്പോൾ 2-3 പീസാക്കി പറയും. അതെങ്ങനെ സ്റ്റേജിന്റെ മുന്നിലിരിക്കുന്ന ആളെ തലയിൽ പോയി അടിച്ചിന് അയാൾക്ക് വല്ലതും സംഭവിക്കുക? ഇമാരി ബഡായി, എന്ത് ബഡായി, അത് എന്ത് വിടലാണ് പാവപ്പെട്ടത്? ഒരാള് സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി നാച്ചുറലി ഇസ്ലാമിക പൗരനാണ്, ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടും ദിമ്മി അല്ലാത്തത് കൊണ്ടും അയാൾ പ്രജയാണ്, ആവശ്യമായി വന്നാൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണം. അയാൾക്ക് ആവശ്യം വന്നില്ല, അയാൾ 10-25 വയസ്സ് വരെ അവിടെ ജീവിച്ചു, അയാൾക്ക് പ്രത്യേകിച്ച് സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടില്ല, സൈന്യത്തിന്റെ ഒരു വിവരം അറിയില്ല. അയാൾക്ക് നാളെ ഇസ്ലാം ഉപേക്ഷിച്ച് വേറെ മതം സ്വീകരിക്കാനോ മതമില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കാനോ ഈ മതം മനുഷ്യനിർമ്മിതമാണ്, മറ്റെല്ലാ മതങ്ങളെയും പോലെ തന്നെ ഒരു ഉടായ്പാണ് എന്ന് പറയാനോ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ യുദ്ധത്തല്ലേ? അതിൽ നിങ്ങൾ പറഞ്ഞ വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ? നിങ്ങൾ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ തലച്ചോറ് കലക്കണത്? നിങ്ങൾ വല്ലാണ്ട് വേർക്കുന്നു. നിങ്ങൾ ഈ ഉദാഹരണം പറയാം, നിങ്ങളൊന്നുകൂടി കയറ്റി പറയും. പാകിസ്ഥാൻ ഇന്ത്യ വെച്ചിട്ടൊരു ഉദാഹരണം വരും, എപ്പോഴാണ് അതിനൊരു ഇമ്പം, ഒരു റങ്ക് ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാകിസ്ഥാനി, അങ്ങനെ പറയട്ടെ, ഒരു പാകിസ്ഥാനി ഇന്ത്യയിൽ വരുന്നു. അയാൾ ഇന്ത്യയിൽ നല്ല നിലക്ക് ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നു. ഇന്ത്യൻ പൗരത്വം കൊടുത്ത് അയാൾ അപ്ലൈ ചെയ്ത് ഇന്ത്യയുടെ പട്ടാളത്തിലെത്തുന്നു, സൈന്യത്തിലെത്തുന്നു. അങ്ങനെ സൈനിക സേവനം ചെയ്ത് അയാൾ ഒരു ഉയർന്ന മേജറായി തീർന്നു. ഈ സമയത്ത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നു.
ആ സമയത്ത് അയാൾ പറയാണ് ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ പാകിസ്ഥാനിയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയാൽ അയാളെ ഇന്ത്യ വെറുതെ വിടുമോ? എന്റെ പൊന്നാർ സാഹിബ്, ഇത് കിട്ടുമ്പോഴാണ് ആൾക്കാർക്ക് അത് ശരിയാവുള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ശരിയാവും. ഞാൻ ശ്രദ്ധിച്ചില്ലേ അത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇവർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അപ്പൊ അടിമത്തത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയും ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ഉണ്ടായി. എന്നിട്ട് എന്താ സംഭവം? ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനാണ് ഈ സാഹിബ് ഇന്ത്യ പാകിസ്ഥാൻ കാർഗിലും വഴി പൊക്രാനിലാണ് ബോംബിലേക്ക് വരെ കൊണ്ടുപോകണം. എവിടേക്കായി പോകുന്നത്? ഇത്രയൊന്നുമില്ല, വളരെ ലളിതമാണ്. ഷഹാദത്ത് കലിമയിൽ നിന്ന് പിൻവാങ്ങി, ഇസ്ലാം ഉപേക്ഷിച്ചു, മതപരമായ കാര്യങ്ങൾ ആചരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു, മതവിശ്വാസത്തിൽ അയാൾക്ക് താല്പര്യമില്ലാതെ പോയി, അയാൾ മതം ഉപേക്ഷിച്ചു. ഇത്രേ ഉള്ളൂ, വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പട്ടാളം, മിലിറ്ററി മേജർ ആവണം. BSF ഒന്നും ആയാൽ പോരാ, അയാൾ മേജർ ആവണം. സാധാരണ ഒരു ജവാനായ പോരാന്ന്, മേജർ ആവണം. ഇതൊന്നും ആവാത്ത മുർത്തദിനെ കുറിച്ച് എന്താ നമ്മൾ ചെയ്യാ? പട്ടാളത്തിലൊന്നും പോയില്ല, ഇല്ലെങ്കിൽ പട്ടാളത്തിൽ ഒരു പ്യൂണിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴോ സാഹിബേ നിങ്ങൾ വല്ലാത്ത കുരുക്കിലാട്ടോ പോയി പെട്ടത്. അയാളെ ഇന്ത്യ വെറുതെ വിടുമോ? എന്തുകൊണ്ടാണത്? അയാൾ അവിടെ ചെയ്യുന്നത് കേവലം ഒരു പൗരത്വ മാറ്റമല്ല, മറിച്ച് എന്താണ്? ഒരു രാഷ്ട്രത്തെ ചതിക്കുക എന്ന, രാഷ്ട്രവഞ്ചന എന്ന, രാഷ്ട്രദ്രോഹം എന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രവഞ്ചകർക്ക്, രാഷ്ട്രദ്രോഹികൾക്ക് ഉള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. ഒരാളുടെ കേവല വിശ്വാസമാറ്റമല്ല. എന്തൊക്കെ വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ അത് പൗരത്വ മാറ്റായി. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കി. ഇത് എവിടെ പോയി നിൽക്കും? ഒന്ന് പോയൊക്കെ, എനിക്കിത് ഇനി മറുപടി പറയാൻ വയ്യ. കേൾക്കുന്നവരാലോചിച്ച് തീരുമാനിക്കും. ഒരാൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വിശ്വാസപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ, അത് ചർച്ച ചെയ്യാൻ പണ്ഡിതന്മാരുണ്ടാകും. ആ ചർച്ച ചെയ്യുവാനുള്ള അവകാശം ഉണ്ടാകും. അയാൾക്ക് അവിടെ ജീവിക്കുവാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പുതിയ വിശ്വാസം അനുസരിച്ച് അയാൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അടിപൊളി, അത് പൊളിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ അവിടെ ഉസ്താദ്മാരുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, ഉസ്താദ്മാരുണ്ട്. നിങ്ങൾ ചെന്ന പോലെ പറഞ്ഞൊരു സംശയമായിരുന്നു. അപ്പൊ നിങ്ങൾ ഈമാൻ തിരിച്ചു കിട്ടൂലേ? അപ്പൊ നിങ്ങൾ മുർത്തതല്ല. ഇനി അല്ല, നിങ്ങൾക്ക് ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ വയ്യ, വേറെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം എന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് ഇസ്ലാം പറ്റില്ല തോന്നുകയാണ്, നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഏത്? നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ എന്ന് മറ്റൊന്ന് ചോദിക്കുന്ന അതേ സാധനം. നിങ്ങൾക്ക് ഇപ്പൊ സൗദി അറേബ്യയിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ യമനിലോ ഒക്കെയാണ് ഒരു പൗരൻ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ തുടർന്ന് പോകാൻ വയ്യെങ്കിൽ ഒന്നുകിൽ അവിടെ മുത്തവന്മാരടുത്ത് പോയിട്ട് ഈമ ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ രാഷ്ട്രീയ അഭയം തേടി പോകാം. ഞങ്ങളുടെ നാട്ടിൽ നിന്നാ കൊല്ലും. ഇതന്നെയല്ലേ സാഹിബ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിങ്ങൾ ഇങ്ങനെ പോണെന്തിനാ? മുർത്തദിനെ കൊല്ലണമെന്ന് നിയമമുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ എവിടേക്കായി ഉരുട്ടിക്കൊണ്ട് പോകുന്നത് ഈ സാധനം? നിങ്ങൾ വല്ലാത്തൊരു സാഹിബിനിട്ട് സാഹിബ്. എന്നാൽ ആ നാട്ടിൽ തന്നെ നിന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ തന്നെ നിന്ന് പുതിയ വിശ്വാസം സ്വീകരിക്കുകയും രാഷ്ട്രത്തിനെതിരെ പണിയെടുക്കുകയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാകുമ്പോൾ സ്വാഭാവികമായും അയാൾ ശിക്ഷിക്കപ്പെടും. അതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്. അതാ, നിങ്ങളൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക നിയമത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് ഇസ്ലാം ഉപേക്ഷിക്കുകയും വേറൊരു മതം സ്വീകരിക്കുകയും ഇസ്ലാമിനെ തള്ളിപ്പറയുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്താൽ ഞങ്ങൾ കൊല്ലും. ഞങ്ങൾക്ക് അതിൽ നിയമമുണ്ട്, തെളിവുണ്ട്. ഇതന്നെ സാഹിബെ, മുർത്തദിനെ കൊല്ലും എന്ന് തന്നെയാണ് മതനിയമം. വെട്ടി തുറന്ന് പറയണ സാഹിബെ. നിങ്ങൾ ഇങ്ങനെ പേടിച്ച് ബേജാറായാലും എങ്ങനെ ശരിയാവുക? മതത്തിന്റെ നിയമല്ലേ. നിങ്ങൾ ആരെ പേടിക്കുന്നത്? ആരെ പേടിച്ചിട്ടാണ് മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം ഇങ്ങനെ വക്രീകരിച്ച് വഷളാവുന്നത്? ഇത്രയൊക്കെ പ്രയാസമാണോ മുർത്തദിനെ കൊല്ലണം എന്ന നിയമത്തിൽ? ഏത് പണ്ഡിതന്മാർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏത് മുസ്ലിം രാജ്യത്തിനാണ് സംശയം ഉണ്ടായിരുന്നത്? ഏത് മുസ്ലിം രാഷ്ട്രത്തിനാണ് സംശയം ഉണ്ടായിരുന്നത്? ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള പ്രഷറുണ്ട്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷറുണ്ട്, അന്താരാഷ്ട്ര സമൂഹം നോക്കുന്നുണ്ട്. അതുകൊണ്ട് ചില മതങ്ങളൊക്കെ നൈസായിട്ട് രാഷ്ട്രീയമായ നിയമങ്ങളിൽ ചില ഭേദഗതികൾ, തിരുത്തലുകളൊക്കെ വരുത്തുന്നുണ്ട്. പക്ഷെ കുടുംബ കോടതിയിൽ ഇയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അയാളെ സിവിൽ നിയമങ്ങൾ വെച്ച് കുരുക്കാനുള്ള വകുപ്പുകൾ എല്ലാ മത രാജ്യങ്ങളിലുണ്ട്. അതായത് സോ കോൾഡ് ലിബറൽ ആയിട്ട് നമുക്ക് തോന്നുന്ന, മതേതരം എന്ന് തോന്നുന്ന മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന രാജ്യങ്ങളിൽ പോലും, ഈവൻ ഇന്ത്യയിൽ പോലും ഒരു മനുഷ്യൻ അയാളുടെ മതവിശ്വാസം നഷ്ടപ്പെട്ടാൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നത് പച്ച പരമാർത്ഥമല്ലേ സാഹിബേ? അപ്പൊ നിങ്ങൾ കൊല്ലൂലല്ലോ, നിങ്ങൾ കൊല്ലുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ പാങ്ങില്ലാത്തോണ്ടല്ലേ സാഹിബേ? നിങ്ങളെ കയ്യിൽ അധികാരം ഇല്ലാത്തോണ്ടല്ലേ? നിങ്ങളെ ഇമാമു ഷെയ്ഖ് ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ? മതത്തിന്റെ നിയമം കൊല്ലണമെന്ന് തന്നെയല്ലേ?
ഇസ്ലാമിലെ നിയമം ചോദിക്കുമ്പം നിങ്ങൾ എങ്ങോട്ടാ ഈ കഥ പറഞ്ഞു പോകുന്നത്? പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഇസ്ലാം പറഞ്ഞാൽ മണി വ്യത്യാസപ്പെട്ട ഇസ്ലാമാണ്, ഇങ്ങോട്ട് കയറിയാൽ മാത്രം കുഴപ്പമില്ല, അങ്ങോട്ട് പോയാൽ ഞങ്ങൾ കൊല്ലും എന്ന് പറയേ. നിങ്ങൾ അള്ളാന്റെ ദീന് പറയാൻ നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? ഇനി ഇവിടെ കുഴച്ചു മറിച്ച കുറെ കൺഫ്യൂഷൻ സാധനങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അതിന്റെ മുമ്പ് സാഹിബ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ചോദ്യം ഒന്നും കൂടി കേൾക്കാം നമുക്ക്. അതൊരിക്കലും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, വിശ്വാസ സ്വാതന്ത്ര്യമല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മറിച്ച് എന്തുമാത്രമാണ് അയാളുടെ ഒരു രാഷ്ട്രത്തോടുള്ള, ഒരു ഇസ്ലാമിക സമൂഹത്തോടുള്ള, ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള പ്രശ്നമാണ്. ഇസ്ലാമിക സമൂഹത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. ഭയങ്കര കഷ്ടപ്പെട്ടു നിങ്ങൾ ഇത്രയും ശ്വാസം മുട്ടുന്ന ഒരു ചോദ്യോത്തര പരിപാടി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇത്രയും ഒരു ചോദ്യം പറയുന്നതിന് മറുപടി പറയുന്നതിനുള്ള ശ്വാസം മുട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര കഷ്ടമായി പോയത്. ആരാ ചോദ്യം ചോദിച്ച ആളാ? അവനൊന്നുകൂടി വിളിച്ചിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയണമെന്ന് ചോദിക്കണം കേട്ടോ. നോക്കണേ, ആ കുട്ടീനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അന്വേഷിച്ചാളി. ഇമാരി വൃത്തികെട്ട ചോദ്യം, ഇങ്ങനത്തെ കനപ്പെട്ട ചോദ്യമൊക്കെ സാഹിബിനോട് പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അതിനോട് പഠിച്ചോൻ ചോദിക്കൂടാ എന്ന് പറഞ്ഞൊരു 10 മെസ്സേജെങ്കിലും ആ കുട്ടിക്ക് ചെന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. ജാരാട ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ജോല ആളാണോ എന്ന് വരെ ആ കുട്ടീനോട് ഇപ്പൊ ചോദ്യം ചോദിച്ച ആളോട് ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും എന്തിനാണ് ഉസ്താദ് ഉത്തരം പറഞ്ഞത്? എന്തായിരുന്നു ആള് ചോദിച്ചത്? ഇബ്നു അബ്ബാസിൻ്റെതായിട്ട് വന്ന ഒരു ഹദീസിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ ചോദ്യം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. സഹീഹുൽ ബുഖാരിയിലെ ഇബ്നു അബ്ബാസിന്റെ ആണെന്ന് തോന്നുന്നത് ആ ഹദീസിൽ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് മതം മാറിയാൽ അവനെ കൊന്നു കളയണം. അത് അപ്പോസ്റ്റേറ്റ് അതിന്റെ ഒരു ഹദീസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ഏത്യസ്റ്റായിട്ട് ഡിബേറ്റ് ആയപ്പോൾ അവനെ എടുത്തു വന്ന ഹദീസാണ്. അപ്പൊ അതിലെന്താണ് ഇസ്ലാമിന്റെ ഉത്തരം? ഇതായിരുന്നു ചോദ്യം. ഇതാണ് ചോദ്യകർത്താവ് ഉദ്ധരിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഹദീസ്, ബുഖാരിയിലുള്ള ഹദീസ്. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന ഈ ഹദീസിൽ എന്താണ് ഇസ്ലാമിന് മറുപടി പറയാനുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ കൊല്ലേണ്ട കാരണം, കൊല്ലാനുള്ള ന്യായങ്ങളാണ് ഇദ്ദേഹം ഇവിടെ വക്രീകരിച്ച് പറഞ്ഞത്. 2-3 തവണ ഭംഗ്യം തരയണം മുർത്തദിനെ കൊല്ലും എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്റെ റീസൺ, കൊല്ലാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായും നുണകളാണ് സുഹൃത്തുക്കളെ, നുണകളാണ്. പട്ടാളത്തിൽ ചേരുക, മിലിറ്ററിയിലാകുക, മേജറാവുക, രഹസ്യം കിട്ടുക, എന്നിട്ട് രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോവുക, ശത്രു രാജ്യത്തേക്ക് പൗരത്വം സ്വീകരിച്ചു പോവുക, അവിടെ ഈ രാജ്യത്തിനെതിരെ യുദ്ധം വിട്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒന്നും മുൻനിർത്തിയിട്ടല്ല ഈ മതനിയമം, മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം ഉള്ളത്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളെ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി ഇവരാശ്രയിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിന്ന് എന്തുകൊണ്ട് മുർത്തദിനെ കൊല്ലണോ വേണ്ടേ എന്ന കാര്യത്തിൽ മുർത്തദിനെ കൊല്ലണം എന്ന നിയമം വളരെ കൃത്യമായി, എന്തൊക്കെയാണ് അപ്പോസ്റ്റസി മീൻസ് ഏതൊക്കെ തരം രിദ്ദത്തുണ്ട്, ഏതൊക്കെ രിദ്ദത്തിന് ആരൊക്കെ എപ്പോഴൊക്കെ കൊല്ലണം, എങ്ങനെയൊക്കെ കൊല്ലണം, കൊല്ലുന്നതിന് മുൻപ് ഷർത്തുകൾ പാലിക്കേണ്ടത് ആരോട്, അല്ലാത്തത് ആരോട് എന്നൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന നിരവധിയായ ഫത്വകൾ ലോകത്തുണ്ട്. നിരവധി ഫത്വകൾ. 2014 ഉള്ള ഒരു ഫത്വ ഇപ്പോഴും 2024 പോലും ആ തരത്തിലൊരു ഫത്വ പബ്ലിഷ് ചെയ്തത് എന്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അതിൽ പല തരത്തിലുള്ള അപ്പോസ്റ്റസി പറയുന്നുണ്ട്. അറിയാതെ, അതായത് അബദ്ധത്തിൽ രിദ്ദത്തിന്റെ വാക്ക് പറഞ്ഞവൻ, തെറ്റിദ്ധരിച്ച് പറഞ്ഞവൻ, ഇങ്ങനെ പറഞ്ഞാൽ മുർത്തദാകുമെന്ന് അറിയാതെ പറഞ്ഞവൻ, ഇങ്ങനെ തുടങ്ങി പല കാറ്റഗറി മനുഷ്യരുണ്ട്. എന്തായാലും രിദ്ദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയമാകും. അയാൾക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള സമയം കൊടുക്കണമെന്നും അയാൾക്ക് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമെന്നും പരമാവധി അതിന് അനുവദിക്കാവുന്ന സമയം, പരമാവധിയല്ല, ഒരു സാധാരണഗതിയിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 3 ദിവസത്തെ സമയം കൊടുക്കാം ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ എന്നുമാണ്. ഈ നിബന്ധന കേവലമായ മതപരിത്യാഗത്തിനും വേണ്ടി മാത്രം. വേറെ അവിടെ യുദ്ധവും അള്ളാഹ്ക്കെതിരെയുള്ള കലാപവും ഈവൻ മതവിമർശനം പോലും നടത്തേണ്ട കാര്യമില്ല. കേവലമായ രിദ്ദത്ത് പ്രഖ്യാപിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അയാൾ 3 ദിവസത്തെ സമയം കൊടുത്ത് അതിനോടകം അയാൾ തൗബ ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തണം എന്ന് തന്നെയാണ് നിയമം. നിങ്ങൾ എവിടെ കൈ ഒളിച്ചും തെളിച്ചും പറയുന്നത്? അത് തന്നെയാണ് മതത്തിന്റെ നിയമം. അല്ലെങ്കിൽ അടിമത്തം വിഷയം കഴിഞ്ഞിട്ട് മതസ്വാതന്ത്ര്യം ഇസ്ലാമിൽ നമുക്ക് ചർച്ച ചെയ്യാം. മതസ്വാതന്ത്ര്യം ഇസ്ലാമിലും ആധുനിക സമൂഹത്തിലും അല്ലെങ്കിൽ ആധുനികതയിലും. സാഹിബിനെ പോരെയും അക്ബർ സാഹിബിനെ പോരെയും നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ തെളിവുകൾ വെച്ച് പരിശോധിക്കാലോ. ഇല്ല അക്ബർ സാഹിബ് ഇല്ലെങ്കിൽ ബാസിൽ എന്തായാലും വരില്ല, വേറെ ആരെങ്കിലും ആയാലും കുഴപ്പമില്ല. അപ്പൊ അടുത്ത സംവാദത്തിനുള്ള വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുത്തോളി. മതസ്വാതന്ത്ര്യം ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിലും ആധുനികതയിലും. എന്തിനെങ്ങനെ നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത്? മതം ഉപേക്ഷിച്ചതിന് ശേഷം, അതായത് കേവല മതപരിത്യാഗം അല്ലെങ്കിൽ രിദ്ദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കാണ് സമയം കൊടുക്കലും തൗബ ചെയ്യാൻ ആവശ്യപ്പെടലും സംശയം തീർക്കാൻ ആളെ ഏർപ്പാടാക്കലും ഒക്കെ. അതേ സമയത്ത് മതം ഉപേക്ഷിക്കുകയും മതത്തിനെതിരെ സംസാരിക്കുകയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും അവരുടെ വാദങ്ങളെയും ആശയങ്ങളെയും വെല്ലുവിളിക്കുകയും ഇങ്ങനെ സംവാദ വെല്ലുവിളികൾക്ക് ഉയർത്തുകയും ചെയ്താൽ അത്
മുർത്തദ്ദല്ല, അത് അള്ളാഹുവിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് പരിഗണിക്കും. അതാണ് അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിരെയുള്ള യുദ്ധപ്രഖ്യാപനം. അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അത് വലിയ പ്രശ്നമാണ്. അതാണ് അള്ളാഹുവിനും അവന്റെ റസൂലിനുമെതിരെ യുദ്ധം ചെയ്യാന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് പറയുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ വാളെടുത്തിട്ട് അള്ളാഹു റസൂലിനെതിരെ ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണത്? ഇസ്ലാമിനെ വിമർശിക്കുക, ഇസ്ലാമിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുക, അതിനെ ഗണ്ണിക്കുക, അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നേരത്തെ പറഞ്ഞ സമയം കൊടുക്കലും 3 ദിവസം കൊടുക്കലും തൗബ ചെയ്യാൻ പറച്ചിലും സംശയം തീർത്തു കൊടുക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഓനെ പിടിച്ചോണ്ടോയിക്കോ കാച്ചിക്കോ എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. എന്തിനെങ്ങനെ പെടായി പറയണം? എന്തിനാ ആൾക്കാരെ പറ്റിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ മുർത്തദിനെ കൊല്ലണം എന്ന് നിയമമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അല്ല സാഹിബ്, ഉള്ള കുട്ടികളൊക്കെ മതം വിട്ടു പോകില്ലേ ധൈര്യത്തില്? ഇതിപ്പോ മരിച്ചു പോകും, മൗലവിന്റെ അവസ്ഥ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ കുറെ ആൾക്കാരെ തടഞ്ഞു നിർത്തിയത്. എന്നൊക്കെ അങ്ങനെയാണ് ഭീഷണിപ്പെടുത്താൻ നോക്കിയത്. ചേകനൂർ മൗലവിന്റെ അവസ്ഥ ഉണ്ടാവും കണക്കെന്ന് എന്നോട് പറഞ്ഞു. ആ പേടി നിങ്ങളായിട്ട് എടുത്തു കളയാൻ നല്ല കാര്യം. പക്ഷെ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയല്ല. ഇനി എന്ത് കാരണം കൊണ്ടാണ് മുർത്തദിനെ കൊല്ലണം എന്ന നിയമം ഉള്ളത് എന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള 3-4 കാരണങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമമാണത് എന്നുള്ളതാണ്. അള്ളാഹ് റസൂൽ അങ്ങനെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും മതം മാറിയാൽ അവനെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം, ആരെങ്കിലും ഒരാൾ മതവിശ്വാസി ആയിരുന്നിട്ട് അയാൾ ആ മതവിശ്വാസത്തിൽ ജീവിച്ചതിന് ശേഷം അയാൾ മതവിശ്വാസം ഉപേക്ഷിച്ചാൽ ഈ ഭൂമിയും ഇവിടുത്തെ വെള്ളവും വായുവും ഒക്കെ അള്ളാഹുവിൻ്റെതാണ് എന്നിരിക്കിൽ ആ അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന കാരണത്താൽ അവന് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലാതായി എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണോ, ഒരാൾ ഇസ്ലാം മതം വിട്ടു, അയാൾ അത് പ്രഖ്യാപിച്ചാൽ അത് നാട്ടുകാരൊക്കെ അറിയും. അത് ഒരു കുറച്ചിലാണ്. അത് മറ്റേ ആൾക്കാരോടൊക്കെ പറയും. വേറെ ആൾക്കാർക്കൊക്കെ മതം വിടാനുള്ള തോന്നലുണ്ടാവും. അത് തടയാൻ മുർത്തദിനെ കൊല്ലണം. ഇനി ഒരാൾ മുർത്തദ്ദായി എന്നതുകൊണ്ട് മാത്രം, കേവലമായ മുർത്തദ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾ അങ്ങനെ ചോദ്യം പറച്ചില്ലാതെ കൊല്ലാൻ പറ്റില്ല. 3 ദിവസം വരെ സമയം കൊടുക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ വിഷയങ്ങൾ എന്നിരിക്കെ ആരെ പറ്റിക്കാനാണ് അക്ബർ സാഹിബങ്ങൾ ഈ ജാതി നുണ പറയുന്നത്? നിങ്ങൾ നുണയാണ് പറയുന്നതെന്നും നിങ്ങൾ പൂർണ്ണ ബോധ്യത്തിൽ നുണ പറയുകയാണ് എന്നും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും നിങ്ങളുടെ തപ്പിത്തടച്ചിലും കൃത്യമായിട്ട് അറിയാം. എന്ന് മാത്രമല്ല, ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ മുഖം ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇനി നാളെ എന്നെ ബാസിൽ വിളിച്ചിട്ട് പറയും നിങ്ങളൊന്ന് ആശുപത്രി പോയി കളി. കാരണം ഇത് നിങ്ങൾ പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ്. അബദ്ധമല്ല, നുണയാണ്. ആളുകളെ കബളിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ്. പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും പറയില്ലേ സാഹിബ്? നിങ്ങൾ അള്ളാന്റെ ദീനല്ലേ പറയണത്? അത് ആർജവത്തോടെ പറയും, ഉള്ളതുപോലെ പറയും. അത് കഴിഞ്ഞിട്ടുള്ള കച്ചവടമൊക്കെ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ഇവിടെ എങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ആർജവത്തോടെ പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് അക്ബർ സാഹിബ് എന്ത് പറഞ്ഞാലും ഇസ്ലാമിലെ നിയമം അനുസരിച്ച് ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്നത് തന്നെയാണ് മതനിയമം എന്ന് മനസ്സിലാക്കുക. അക്ബർ സാഹിബ് ഈ പറഞ്ഞത് മുഴുവൻ ശുദ്ധമായ അബദ്ധവും കളവും അർദ്ധസത്യം സത്യത്തോട് കുഴച്ച് സത്യം ഇടയിലൂടെ പറഞ്ഞൊപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുക എന്ന തന്ത്രമാണ്. അദ്ദേഹത്തിന്റെ നാക്കടക്കം, അദ്ദേഹത്തിന്റെ കൈയടക്കമാണ് നിങ്ങളിവിടെ കണ്ടത്. ഇസ്ലാമിലെ നിയമം മുർത്തദിനെ കൊല്ലണം എന്ന് തന്നെയാണ്. എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.